വടകര ഡയമണ്ട് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി, ഏഞ്ചൽസ് കേരള എമർജൻസി ടീം എന്നിവരുടെ സാന്നിധ്യത്തിൽ ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ടൈപ്പ് 1 കുട്ടികളുടെ കലാപരിപാടികളും വാർഷിക പ്രമേഹ പരിശോധനയും നടത്തി. വടകര സാൻഡ് ബാങ്ക്സിൽ വെച്ച് നടത്തിയ പരിപാടി MLA KK രമ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് ഡോക്ടർ. ഇത്തരത്തിലുള്ള ഈ പരിപാടികൾക്ക് തീർച്ചയായിട്ടും ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നിങ്ങളോടൊപ്പം എന്താണോ ചെയ്യേണ്ടത്, എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നത് പൂർണ്ണമായിട്ടും കൂടെ നിന്ന് ചെയ്യും എന്നൊരുറപ്പ് അതിൽ തന്നെ തരികയാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും. നമുക്ക് നമ്മുടെ കുട്ടികൾ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവർ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഈ ഡയബറ്റിക് വന്നിരിക്കുകയാണ്, ടൈപ്പ് 1 ഡയബറ്റിക്. അത് 4ഉം 5ഉം 6ഉം പ്രാവശ്യമൊക്കെ ഇൻസുലിൻ എടുക്കുകയും ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിൻ്റെ മുന്നേ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതാണ്. വടകര IMA പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുല്ലക്കാസ് അധ്യക്ഷത വഹിച്ചു. പരിപാടി ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് ടൈപ്പ് 1 കുട്ടികളും മാതാപിതാക്കളും നേരിടുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾ വിശദീകരിക്കുകയും വടകരയിലെ കുട്ടികൾക്കുള്ള ഇൻസുലിൻ ലഭ്യത ഉറപ്പുവരുത്താനും മിഠായി പദ്ധതിയുടെ യൂണിറ്റ് വടകര ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിക്കുവാനും ആവശ്യപ്പെട്ടു. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുകയാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ മിഠായി പദ്ധതിയുടെ ലക്ഷ്യം. ഇൻസുലിൻ അടക്കമുള്ള ആവശ്യ ചികിത്സാ വസ്തുക്കൾ സൗജന്യമായാണ് പദ്ധതി വഴി നൽകുന്നത്. രാവിലെ ഡയമണ്ട് ഹെൽത്ത് കെയറിൽ വെച്ച് നടന്ന ക്യാമ്പിൽ ജില്ലയിലെ മുഴുവൻ ടൈപ്പ് 1 പ്രമേഹ കുട്ടികളും പങ്കെടുത്തു. ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് വിജേഷ്, ജില്ലാ കോർഡിനേറ്റർ ഷാന വിജേഷ് എന്നിവർ വിശദമാക്കി. ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PP രാജൻ, പീഡിയാട്രീഷ്യൻ ഡോക്ടർ C ഹമീദ്, കോസ്റ്റൽ പോലീസ് SI അബ്ദുൾ സലാം, ഡയമണ്ട് ഹെൽത്ത് കെയർ MD KK മുനീർ, വാർഡ് കൗൺസിലർ പ്രഭാകരൻ, KT വടകര കോർഡിനേറ്റർ സജീഷ് KK എന്നിവർ സംസാരിച്ചു. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. ആ കൈമുട്ടിൽ അറിയാം എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്നത്. ഈ അവർ നിങ്ങളെ സമീപിക്കും, രക്ഷാധികാരത്തെ ഏറ്റെടുത്തേ പറ്റൂ. രണ്ടാമത്തത്, ഈ കുട്ടികൾക്ക് ഗവൺമെൻറ് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, തീർച്ചയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് അവർക്ക് കിട്ടുന്ന ഇൻസുലിൻ എന്നത് ഫിയാസ്പും ലിസ്പ്രോ അതുപോലെ ഗ്ലാർജിനും ലാൻഡസും പോലത്തെ ഏറ്റവും വില കൂടിയ ഇൻസുലിനാണ്. ഒരു മാസത്തിൽ അവർ ചിലവ് 5000-6000 രൂപ വരുന്ന ഇൻസുലിനുകളാണ്. പക്ഷെ പലപ്പോഴും ഈ കുട്ടികൾക്ക് തികയാത്ത അവസ്ഥയാണ് വരുന്നത്. അല്ലെങ്കിൽ തികയാത്തതുകൊണ്ട് 3-4 തവണ മാസത്തിൽ ഈ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അവരുടെ സ്കൂളും ക്ലാസ്സും ഒക്കെ മിസ്സാക്കിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യൂവിൽ പോയി നിൽക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അവിടുത്തെ തിരക്ക് കാരണം ആഴ്ചയിൽ 10 കുട്ടികൾ കൂടി നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത്. ഇന്ന് മിഠായിയുടെ ഭാഗമായി പല സ്ഥലങ്ങളിലും സാറ്റലൈറ്റ് സെന്റർ പോലെ യൂണിറ്റുകൾ പോലെ അവരുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ മിഠായിയുടെ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വടകരക്ക് അതൊന്ന് കിട്ടിയേ പറ്റൂ. അതിന് MLA നമ്മുടെ രമേശ് നമ്മളെ കൂടെ ഉണ്ടാവും, അതിനൊക്കെ ഉറപ്പാണ്. അതിനു വേണ്ടി ടൈപ്പ് 1 എല്ലാ മാതാപിതാക്കളും MLA ആയിട്ട് ബന്ധപ്പെടുന്നതാണ്. തീർച്ചയായും ആ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം.